ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധു മാമോസിൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാണ് വിശേഷം? ഇന്നേ കിച്ചണിൽ നിന്ന് എടുത്തേക്കാന്ന് വിചാരിച്ചു, കാരണം കിച്ചൺ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ കിച്ചണിൽ നിന്ന് എടുത്തേക്കാന്ന് വിചാരിച്ചു. ഇന്ന് ഭയങ്കരമായിട്ട് വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. എനിക്ക് എന്താണോ അങ്ങനെ ഇരുന്നപ്പോഴങ്ങനെ ചെയ്യാനായിട്ടൊക്കെ തോന്നിയതെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇന്ന് വല്യമ്മച്ചീനെയും 2-3 അമ്മാവന്മാരെയും ഒക്കെ ഓർത്ത ദിവസമാണ് കേട്ടോ. അവരുടെ വല്യമ്മമാരുടെ കൂടെ കിടന്നിട്ടൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടോ? ഞാനെങ്ങനെയായിരുന്നു ചോദിച്ചാൽ ഞാൻ വല്യമ്മച്ചീരെ കെട്ടിപ്പിടിച്ച് വല്യമ്മച്ചീരുടെ കൂടെ കിടക്കത്തുള്ളായിരുന്നു, വലിച്ചാസിൻ്റെ കൂടെ കിടക്കുമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവരുടെ ഒരു മണവും ഒരു നല്ല സുഖവും, അവരുടെ ആ പൊത്തിയുള്ള പിടുത്തവും നമ്മളെ ചേർത്തുള്ള പിടുത്തമൊക്കെ. അപ്പം അവൾക്ക് തന്നെ നമുക്ക് രുചികരമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ആരോഗ്യപ്രദമായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡും ഉണ്ടാക്കി തരുമായിരുന്നു വല്യമ്മച്ചി കേട്ടോ. അപ്പോൾ ഇന്ന് ചേട്ടായി നല്ല കപ്പയും ഉണക്കക്കപ്പയും നല്ല പോർക്കും മേടിച്ച് കൊടുത്തു വിട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് അങ്ങനെ വല്യമ്മച്ചി ഉണ്ടാക്കുന്ന രീതിയിലൊന്നും ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു കേട്ടോ. അതുകൊണ്ട് ഇന്ന് ഒത്തിരി വല്യമ്മച്ചിനെയും വിജയമാനെയും ശശിമാനെയും ഒക്കെ ഓർത്തു, വല്യമ്മാവനെയും എല്ലാം. എൻ്റെ ഇപ്പോൾ 5 അമ്മമാർ മേടിച്ചു പോയി, ആ 5 അമ്മമാരെ ഓർത്തു കേട്ടോ. മെയിനായിട്ട് വല്യമ്മച്ചിനെയും വലിച്ചാച്ചനെയാണ് കാരണം തലയിലൊക്കെ തൂത്ത് തല ഓടിക്കൊണ്ട് വലിച്ചാച്ചൻ ഒരു പാട്ടൊക്കെ പാടി തരുമായിരുന്നു. കുഞ്ഞിലെ ഞങ്ങൾ കിടക്കും, കുഞ്ഞിലെന്ന് വെച്ചാൽ 5 ക്ലാസ്സിലും 6 ക്ലാസ്സിലും ഒക്കെ പഠിക്കുമ്പോഴത്തെ കാര്യമാണ് ഞാനീ പറയുന്നത് കേട്ടോ. അവൾക്ക് തന്നെ വല്യമ്മച്ചിയാണല്ലോ അതെ ചേർത്ത് പിടിച്ച് കൂടെ കിടന്നായിരുന്നു. പിന്നെ വിജയമാൻ്റെ വീട്ടിൽ ഇന്ദ്രിയമ്മയുടെ അമ്മ വരുമായിരുന്നേ. അപ്പോൾ ഞാൻ വല്യമ്മച്ചിയോട് പറയും, ഇന്നിയോ വല്യമ്മച്ചിയോട് കിടക്കുക, ഞാൻ ഇന്ദ്രിയമ്മയുടെ അമ്മയുടെ കൂടെ കിടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആ അമ്മയുടെ കൂടെ പോയി കിടക്കുമായിരുന്നു അങ്ങനെ. അപ്പോൾ ഇന്ന് എൻ്റെ മനസ്സിൽ കുറേ പഴയ ഓർമ്മകളൊക്കെ വന്ന ദിവസമാണ്. അതൊക്കെ ഞാൻ കുറച്ച് കഥ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നല്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി പോർക്ക് കറിയാണ്, നാടൻ സ്റ്റൈലിൽ എൻ്റെ വല്യമ്മച്ചി ഉണ്ടാക്കുന്ന ഒരു പോർക്ക് കറി കപ്പ വേവിച്ചതുമാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാണ്ട് ഓടിപ്പോയി കണ്ടു. അതിന് പ്രത്യേക ഒരു സാധനം ചേർക്കുന്നുണ്ട്, അതെന്നാ സാധനമാണെന്നുള്ളതൊക്കെ നിങ്ങൾ പോയി നോക്കി. ചേട്ടാ ഇഷ്ടപ്പെട്ട 2 സാധനങ്ങൾ ഇന്ന് എൻ്റെ കയ്യിലുണ്ട്, കൊടുത്ത് ചേട്ടാ വാങ്ങിച്ചു കൊടുത്തു വിട്ടിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് പോർക്കാണ്, പിന്നെ ഒന്ന് നല്ല ഉണക്കക്കപ്പ. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഉണ്ടല്ലോ, ഞാൻ ഇന്നത്തെ സ്പെഷ്യൽ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം എപ്പോഴും പോർക്കും കപ്പയും വെക്കുന്നില്ല, പിന്നെ ഇതെന്താ ഇത്ര സ്പെഷ്യലെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഇന്ന് ഞാൻ എൻ്റെ വല്യമ്മച്ചി, അതായത് എൻ്റെ അമ്മയുടെ അമ്മ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ ഇന്ന് ഈ പോർക്ക് കറി കപ്പയും വേവിക്കാൻ പോകുന്നത്. ഉണക്കക്കപ്പയാണ് കേട്ടോ. അപ്പം പോർക്ക് ഞാനിതേ ഇന്നത്തെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൺചട്ടിക്കകത്ത് നമ്മുടെ അടുപ്പ വെച്ചാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. കാരണം അടുപ്പൊക്കെ വല്ലപ്പോഴും ഇങ്ങനെ ഒന്ന് കത്തിക്കണ്ടേടേ അല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ഇവനെ നന്നായിട്ട് കഴുകി നിൽക്കാന്ന്. അപ്പോൾ സത്യം പറഞ്ഞാണല്ലോ, ഞാൻ ഒരു ആദ്യത്തെ ട്രിപ്പ് കഴുകി കഴിഞ്ഞപ്പോഴേ ഞാൻ നോക്കുന്നു, അയ്യോ ഇവനെ വീഡിയോ എടുത്താൽ എന്താ ചിലർക്കെങ്കിലും അത് ഉപകാരപ്രദമാകത്തില്ലേ, സൂപ്പറാകത്തില്ലേ എന്ന് വിചാരിച്ചേ. അതുകൊണ്ട് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ, വീഡിയോ ആക്കിയേക്കാന്ന് വിചാരിച്ച്. അപ്പോൾ ഫസ്റ്റ് ഞാൻ കഴുകിയ വെള്ളം ഉണ്ടല്ലോ, ഇത് കണ്ടോ, ഇച്ചിരി നെയ്യും ഇതൊക്കെ ആയിട്ട് കിടക്കുന്ന ആ ചോരയൊക്കെ കൂടെ ബ്ലഡും എല്ലാം കൂടെ ഉള്ള ആ വെള്ളമില്ലേ, ഇത് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ കറിവേപ്പിന്. അപ്പം ഇതുകൊണ്ടുപോയി ഞാൻ കറിവേപ്പിന് ഒഴിച്ചു കൊടുത്തിട്ട് വരട്ടെ. പിന്നെ എൻ്റെ വല്യമ്മച്ചി മരിച്ചിട്ട് കുറേ വർഷങ്ങളായി, ഭയങ്കര സ്നേഹമായിരുന്നു. നിങ്ങളൊക്കെ വല്യമ്മച്ചിമാരുടെ കൂടെ കിടന്നിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഏറെ നാൾ എൻ്റെ വല്യമ്മച്ചിയുടെ കൂടെ നിന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ വിജയമാൻ്റെ വീട്ടിലായിരുന്നു വല്യമ്മച്ചി. എല്ലാ മക്കളെയും വീട്ടിൽ പോവും, എന്നാലും എൻ്റെ ചെറുപ്പത്തിൽ വിജയമാൻ്റെ ആയിരുന്നു. ലാസ്റ്റ് കുറേ കാലം കഴിഞ്ഞ് കഴിയുമ്പം ഏറ്റവും ഇളയ പൊന്നമ്മാൻ്റെ കൂടെ ആയിരുന്നു. അപ്പം വിജയമാൻ്റെ കൂടെ ഞാൻ നിന്ന് വളർന്നതല്ലേ. അപ്പം അങ്ങനെ വല്യമ്മച്ചിയുടെ കൂടെയും വലിച്ചാസിൻ്റെ കൂടെയൊക്കെ ഒത്തിരി കാലം എനിക്ക് താമസിക്കാനുള്ള ജീവിക്കാനായിട്ടുള്ള ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊരു വലിയൊരു അനുഗ്രഹം. എന്നാന്നറിയോ, വെല്ലിച്ചാസിൻ്റെ ഇത് കറി വെക്കുന്നതാണോ നിന്നപ്പോൾ കഥ പറയണോ നിങ്ങൾ വിചാരിക്കും, പക്ഷെ അതല്ല. എന്നാലും എനിക്ക് പറയാതിരിക്കുന്നില്ല. വെല്ലിച്ചാസിനെ വല്യമ്മച്ചി എപ്പോഴും പറയാറുണ്ട്, നമ്മൾ പാവപ്പെട്ട വീട്ടിലെ പിള്ളേരല്ലേ, നിങ്ങൾ അപ്പനും അമ്മയ്ക്കും പൈസ ഇല്ലല്ലോ, അതുകൊണ്ട് നിങ്ങളെ കെട്ടിക്കൊണ്ടൊക്കെ പൊക്കോളും, നല്ല മുടിയും കാണാൻ ഭംഗിയുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് വെല്ലിച്ചാസിനുണ്ടല്ലോ തലമുടിയെല്ലാം പിടിച്ച് കെട്ടി വെച്ചൊക്കെ തരുമായിരുന്നു. അന്നൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ തലയൊക്കെ പേനൊക്കെ ഇല്ലേ, 5ലും 6ലും ഒക്കെ പഠിക്കുമ്പോഴത്തെ ഒരു ഓർമ്മയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ പേനയൊക്കെ പറക്കി കൊണ്ടുവരും, അതെൻ്റെ വിജയമാനും ചെയ്തു തരുമായിരുന്നു കേട്ടോ. എൻ്റെ ദൈവമേ പാവം, എൻ്റെ വിജയമാനും വെളിച്ചാസനും വെല്ലുമ്മച്ചി ഇന്ന് ഈ ലോകത്തില്ല. പക്ഷെ അവരുടെ ആ നല്ല ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ ഒരിക്കലും മരിക്കാത്ത ഓർമ്മകളായിട്ട് നമ്മുടെ മനസ്സിലുണ്ട്. ആ ചേർത്ത് പിടിക്കലും ആ സ്നേഹപ്രകടനവും ഒക്കെ. പിന്നെ വെല്ലുമ്മച്ചിയുടെ അടുത്ത് കിടക്കുമ്പോൾ വെല്ലുമ്മച്ചി കഥയും പാട്ടും ഒക്കെ പാടി തരുമായിരുന്നു. നല്ല മൂഡായിരിക്കണം കേട്ടോ, നല്ല മൂഡാണെങ്കിൽ കഥയും പാട്ടും ഒക്കെ പാടി തരുമായിരുന്നു അങ്ങനെ. അപ്പം
അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ പോർക്കറിയും കപ്പയും വളരെ സ്പെഷ്യലാണ്. പഴയ ആ നാടൻ രുചിയുണ്ടല്ലോ, നമ്മുടെ വായി വരുന്നില്ല ടേസ്റ്റ്. ആ ടേസ്റ്റിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ചേട്ടായി എന്നെ കളിയാക്കും കേട്ടോ. എന്നാന്നറിയാം, ഇറച്ചിയും മീനും കഴിയാൻ തുടങ്ങി പറയും, എൻ്റെ സിന്ധു നീ കഴി അതിൻ്റെ ഗുണം മൊത്തം കളയുന്നത്. ഞാൻ കഴി വെള്ളയാക്കും കേട്ടോ. ഇല്ല, എനിക്കിഷ്ടമില്ല. ഇതല്ലോ കൊണ്ടുവന്ന കളറാണോ നോക്കി. അങ്ങനെ അപ്പം നന്നായിട്ട് കഴുകി ഇവനെ ഒന്ന് പിഴിഞ്ഞെടുക്കുക. തീ പിടിപ്പിക്കുന്നതാണ് ടാസ്ക്. കാരണം മണണില്ലല്ലോ. ഞാനതുകൊണ്ട് ഭയങ്കര മടിച്ചിയാണ്. പിള്ളേർ വരുമ്പോൾ മാത്രമാണ് തീ പിടിപ്പീര്. അവനെ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് പേപ്പർ എടുത്തിട്ടുണ്ടേ. അതേന്നേ നിങ്ങൾക്ക് അവിടെ വെട്ടക്കുറവായിരിക്കില്ലേ? പക്ഷെ ഞാൻ ആ ലൈറ്റിട്ട ഒരു തലയുടെ മുഴുവൻ നോക്കുന്നു. കുഴപ്പമില്ല അല്ലേ? അപ്പം ഇങ്ങനെ പേപ്പറൊക്കെ എടുത്തു. എന്നിട്ട് കത്തിച്ച് അടുപ്പിൽ വെക്കണം. എന്നാ പാടാന്നറിയോ, വിറകില്ലെങ്കിൽ ഭയങ്കര പാടാം. ഇവിടെ കുറച്ച് വെക്കും. എന്നിട്ട് പെട്ടെന്ന് 5-6 കുഞ്ഞിച്ചുള്ളം ഇങ്ങനെ പൊടിച്ചൊടിച്ചിടും. ഇങ്ങനത്തെ പൊടിച്ചുള്ളം ഉണ്ടാക്കി പിടിപ്പിക്കാൻ വലിയ പാടില്ലേ. പക്ഷെ പൊടിച്ചുള്ളില്ല, ഭയങ്കര പാടാവും. ഉണ്ടോ? അപ്പം തീയൊക്കെ പിടിപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിടിക്കട്ടെ. എന്നിട്ട് ഇതിനകത്തോട്ടൊരു ശകല സാധനങ്ങൾ ചേർക്കേണ്ടതുണ്ട്. അവനെ കൂടെ ചേർത്തിട്ട് നമുക്ക് വെക്കാം. ഇന്ന് പെട്ടെന്ന് പിടിച്ചല്ലോ. അതെ, നല്ല സൂപ്പറായിട്ട് കത്തുന്നത്. ഇന്ന് അടുപ്പിന് നാണം വന്നു. ക്യാമറ ഇവിടെ ഓണാക്കി വെച്ചിട്ടുണ്ടെന്ന് അടുപ്പിന് മനസ്സിലായി. അതാന്ന് തോന്നുന്നു കേട്ടോ. ആദ്യം വേണ്ട ഞാനൊരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവേ. ഒത്തിരി ഒന്നും വേണ്ട, ഒരു കുറച്ച്. എൻ്റെ മറ്റേ വെളിച്ചെണ്ണ കുപ്പിക്കൊന്ന് ഒഴിക്കണം. ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ആ കുപ്പി ഇങ്ങോട്ട് മാറ്റി വെക്കാം. കുപ്പിയുടെ കോലം കണ്ടാൽ നിങ്ങൾ തന്നെ വഴക്ക് പറയും, അയ്യോ ഇതെങ്ങനെ ഉപ്പ് എൻ്റെ മുഖയിൽ നിന്ന് മറിഞ്ഞു പോയി ഇവിടെ. അതുപോലെ പോട്ടെ. ഇച്ചിരി ഉപ്പുപൊടി ഇട്ട് കൊടുക്കും. മഞ്ഞൾപ്പൊടി ഇതിന് ഇച്ചിരി മെയിനാണ് കേട്ടോ. അന്നൊക്കെ മഞ്ഞൾ കല്ലെ കൊണ്ടുവച്ച് കടക്കോ ഇടിച്ച് അരച്ചിടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് അരകലും ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പൊടി ഇടുക കേട്ടോ. പിന്നെ ഒരു ശകലം മുളക് പൊടി കൂടി ഇടുക. സത്യം പറഞ്ഞാൽ മുളക് പൊടി വെല്ലുമിച്ചി ഇടത്തില്ല. വെല്ലുമിച്ചി ഉപ്പുപൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചിയും വെളുത്തുള്ളി ഇതും കൂടി ഇട്ടങ്ങ് വെക്കുക ചെയ്യുന്നത്. ഞാനപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ ശകലം പേസ്റ്റ് കൊടുക്കുന്നുണ്ടേ. കണ്ടോ? ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അതുകൊണ്ട് തന്നെ കറിവേപ്പില മസ്റ്റാണ് കേട്ടോ. കറിവേപ്പില ഇല്ലെങ്കിൽ എനിക്ക് പറയും പിന്നെ എന്നാ കറി വെച്ചാൽ കൊള്ളത്തില്ലെന്ന് പറയും. അപ്പം കറിവേപ്പിലയും കൂടി ഇടും. എന്നിട്ട് അവനെങ്ങനെ നന്നായിട്ട് കൈ വെച്ചിങ്ങനെ ഒന്ന് പുരട്ടി യോജിപ്പിക്കും. ശരിക്കും എന്നുണ്ടല്ലോ അത്ഭുതം തന്നെ, പെട്ടെന്ന് കത്തി. ഇന്നലെയൊക്കെ ഞാൻ വൈകിട്ടിപ്പം ചില ദിവസമായിട്ടിപ്പം വൈകിട്ടുമായിട്ട് പിടിപ്പിക്കുവേ ചേട്ടാക്കി. എന്നാന്ന് ചോദിച്ചാൽ വോൾട്ടേജ് കുറവാണ്. അന്നേരം നമുക്ക് ഇൻഡക്ഷനെ വെള്ളം ചൂടാക്കാൻ പാടാം. അതുകൊണ്ട് അന്നേരം പിന്നെ കത്താൻ ഇച്ചിരി പാടാ. ഇന്ന് നല്ല പെട്ടെന്ന് കത്തി. ക്യാമറ ഉണ്ടെന്ന് മനസ്സിലായി. നാണക്കേടായെന്ന് തോന്നുന്നു ഇപ്പം തീക്കൊക്കെ. ഒരു കറിവേപ്പില താഴെപ്പില്ല. എന്നിട്ട് ഇത് പുരട്ടി ഇത് കണ്ടോ ഇങ്ങനെ നല്ല യോജിപ്പിച്ച് പുരട്ടിയിട്ട് ഇവനെ നമുക്ക് തട്ടിപ്പുത്തി അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. ഓക്കെ, സെറ്റ്. ഇങ്ങോട്ടേക്ക് പോകാം, അങ്ങോട്ടേക്ക് പോടാ പോയി. എന്നിട്ട് നമുക്ക് ഒരു അടപ്പെടുത്തുകൊണ്ട് അടച്ചു വെക്കാം. ചെറിയ തീയെ വെക്കണം കേട്ടോ. ഞാൻ ഈ അടപ്പെന്നാ വെച്ചതറിയാം, എനിക്ക് എപ്പോഴും തുറക്കാനൊക്കെ എളുപ്പമുണ്ടല്ലോ ഒന്നോട്ട്. അപ്പോൾ ഒരു മീഡിയം തീയലിത് പതിയെ വേകണം. കാരണം കുക്കറിലൊന്നും വെക്കരുതെന്നാണ് വന്നത്. ഇപ്പം നമ്മളെല്ലാവരും കുക്കറിലോട്ട് അങ്ങ് വെക്കും ധൃതിക്ക് വേണ്ടി, പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി. ഇതൊന്നും എടുത്തുകൊണ്ട് വെച്ചില്ല. പിന്നെ ഇതുണ്ടോ ചേട്ടായി കൊടുത്തു വിട്ടേക്കുന്ന കപ്പ, നല്ല മുത്തുമണി മാതിരി പറങ്ക് മാതിരിയുള്ള കപ്പയാട്ടോ. കണ്ടോ? അപ്പോൾ ഇവനെ നമുക്ക് വേവിച്ച് ഇവനെ കൂടെ സെറ്റാക്കാം അല്ലേ. പിന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ മെയിൻ സാധനം കൊച്ചുള്ളിയാണ് കേട്ടോ. സവോള ഇതിനകത്ത് ചേർക്കത്തില്ല, കൊച്ചുള്ളി. പിന്നെ ഈ വെല്ലുമച്ചിരി ഈ പോർക്ക് കറിക്ക് തേങ്ങാക്കൊത്ത് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യത്തെ തേങ്ങ ഒന്നും ഒരു സുഖമില്ല, എന്തോ ഒരു സുഖക്കേടാ. പൊട്ടുന്ന പോലും കൂടെ കറക്റ്റായിട്ട് പൊട്ടത്തില്ല. എന്തോ ഇങ്ങനെ ഒരുമാതിരി ഈ ഭയങ്കര വിലയായി ഇങ്ങനെ എല്ലാം ഇതായതാന്ന് തോന്നുന്നു. അതെ. അപ്പം ഇന്നാളാണ്ട് പറഞ്ഞിട്ട് തേങ്ങ ഇങ്ങനെ നേരെ വെക്കരുതെന്നൊക്കെ. എനിക്കിതൊന്നും അറിയത്തില്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ടും കേൾക്കുക. അപ്പം വേണ്ട ഇവനെ നമുക്ക് ഇച്ചിരി കൊത്തിയെടുക്കാം. തേങ്ങ അവിടെ നോക്കട്ടെ. കുഴപ്പമില്ല, അത്ര രുചിയില്ലെങ്കിലും കുഴപ്പമില്ല. പണ്ടൊക്കെ അവിടെ വെല്ലുമിച്ചിനെ നടത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കപ്പയ്ക്ക് ഇച്ചിരി തേങ്ങ വേണമല്ലോ. അപ്പോൾ തേങ്ങയും കൂടെ
നമുക്ക് അരിഞ്ഞ് വെക്കാം. ഉള്ളി പൊളിച്ചിട്ട് വന്നപ്പോൾ തീയൊക്കെ കെട്ടോ. ഇച്ചിരി ഉള്ളിത്തൊലിയൊക്കെ ഞാൻ കൊണ്ട് ഇട്ടായിരുന്നു കത്തിക്കാൻ. ഞാൻ നേരത്തെ മോനുണ്ടല്ലോ വെളുത്തുള്ളി ഒക്കെ പൊളിച്ചാൽ അടുപ്പിട്ട് കത്തിക്കും. കാരണം എന്താണെന്നറിയാം, ആങ്ങളമാർക്ക് പൈസ ഉണ്ടാവുമെന്ന് ആരണ്ടോട് പറഞ്ഞു തന്നു. അതിൽ പിന്നെ ഞാൻ വെളുത്തുള്ളിത്തൊളി പൊളിച്ചാൽ അതൊരു അടുപ്പിട്ട് കത്തിക്കും. കാരണം ആങ്ങളമാർക്ക് കാശുണ്ടായാൽ നമുക്ക് കയറി ചെന്നാൽ ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിലും നല്ല സന്തോഷത്തോടെ കിട്ടും അല്ലേ, കൂടെ പുറപ്പാളിൽ കിട്ടിയ. അപ്പോൾ ഇവനെങ്ങനെ ഉണ്ടോയെന്ന് നോക്കട്ടെ, തീക്ക് നൂതി കൊടുക്കട്ടെ. എന്നിട്ട് നമുക്കിവനെ ഒന്ന് പൊക്കി നോക്കാം അതെങ്ങനെയുണ്ടെന്നേ. കണ്ടോ തിളച്ച് ഇപ്പോഴത്തേക്കും കണ്ടോ, തിളച്ചപ്പോഴത്തേക്കും എന്തേലും വെള്ളമായിരുന്നു. ഈ വെള്ളം മതി ഇവൻ വേകാൻ വേണ്ടി കേട്ടോ. നമ്മൾ വേറെ വെള്ളം ചേർത്ത് കൊടുക്കുകയും ചെയ്യരുത്. അപ്പം കുഞ്ഞു തീയെ തന്നെ ഇരുന്ന് വേകുകയും ചെയ്യണം. അപ്പോൾ ഉള്ളിയൊക്കെ പൊളിച്ചെടുത്തേ. ഉള്ളി പൊളിച്ച് ഇതേ വെള്ളത്തിൽ കഴുകി ഇട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ഇഞ്ചി കഷ്ണം കൂടെ എടുത്തു. ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് നമ്മൾ ചേർത്തതാണ്. പക്ഷേ വെല്ലുമ്മച്ചി ഉണ്ടാക്കുന്ന ആ ഒരു പോർക്ക് കറിക്ക് ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയൊക്കെ ഇടയ്ക്കൊന്ന് കടിക്കും. അപ്പോൾ ആ ഒരു ഇതിന് ഞാൻ അങ്ങനെ തന്നെ ഇട്ടേക്കാന്ന് വിചാരിച്ചു ഒന്നുകൂടി ഇട്ടു. ആ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇച്ചിരി ഏറെ ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ലതല്ലേ, ടേസ്റ്റ് അല്ലേ. അപ്പം ഞാൻ ഉള്ളി കഴുകി എടുത്തുകൊണ്ട് വന്നതാണേ. ഇനി നമുക്ക് ആ ഇഞ്ചിയും കൂടെ ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഇവിടെ നിന്ന് ഉള്ളി പൊളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടല്ലോ ഒരൊറ്റ കാര്യം ഞാൻ നോക്കിയപ്പോൾ ഉള്ളിത്തൊലി തന്നെ ഇങ്ങോട്ടെ എല്ലാം കൂടെ. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഞാൻ ഈ നിങ്ങളോട് ഇപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യമെന്നറിയോ? ഇപ്പോൾ ഉള്ളി അരിയാൻ തുടങ്ങുമ്പോൾ കണ്ണ് നീറും. കള്ളികളുടെ കണ്ണാ നീർന്നതെന്നായിരുന്നു എൻ്റെ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത്. പണ്ട് ഞങ്ങളെ കൊണ്ടേ ഉള്ളിയൊക്കെ പൊളിപ്പിക്കും. അപ്പോൾ എല്ലാവരെ കൂടെ പൊളിപ്പിക്കുമ്പോൾ അന്നൊന്നും സവോളയില്ലല്ലോ, എല്ലാത്തിനും ഉള്ളിയല്ലേ. അപ്പോൾ ആരുടെ കണ്ണാണോ നീറുന്നത് അവർ പണിയെടുക്കാൻ കള്ളരാണെന്നോ, അതുകൊണ്ടാണ് കണ്ണ് നീർന്നത്. അപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ കടിച്ചു പിടിച്ചിരിക്കും, അങ്ങനെ കേൾക്കാതിരിക്കാൻ വേണ്ടി, നീറാതിരിക്കാൻ വേണ്ടി, കണ്ണ് നിറയാതിരിക്കാൻ. പക്ഷേ ഉള്ളി പൊളിച്ചാൽ കണ്ണ് നീറാതിരിക്കുമോ? ഇപ്പോൾ ഞങ്ങളതൊക്കെ ചോദിക്കും പറയും നിൻ്റെയൊക്കെ മടി മാറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ലേന്ന്. അങ്ങനെ ആ വെല്ലുമ്മച്ചിയുടെ അല്ലേ മോള് അല്ല ഇതാ എൻ്റെ അമ്മയായിരുന്നത് പറയുന്നത്. പക്ഷേ വെല്ലുമ്മച്ചി അങ്ങനെ തന്നെയായിരുന്നു. വെല്ലുമ്മച്ചി നമ്മളെ കൊണ്ട് എന്നേലൊക്കെ ഇങ്ങനെ ചെയ്യിപ്പിക്കാനായിട്ടേ ചട്ടമ്പിയാണ്. ഈ വിറകിന് കോരിക്കൊണ്ട് വരാനും വെള്ളം കോരിക്കൊണ്ട് വരാനും കൊച്ചിന് അത് വെല്ലുമ്മച്ചി ചെയ്ത് തരാം, ഇത് വെല്ലുമ്മച്ചി ചെയ്ത് തരാം എന്നൊക്കെ പറയും. എന്നിട്ട് വെല്ലുമ്മച്ചി എന്നെ കൊണ്ട് വിറകും വെള്ളവും എല്ലാം ചുമപ്പിക്കും കേട്ടോ. എന്നെ ഇങ്ങനെ വെല്ലുമ്മച്ചിക്ക് വയ്യാഞ്ഞിട്ടാ. എന്നിട്ട് ചെയ്ത് തരുമോ? ചെയ്ത് തരത്തുമില്ല. അപ്പോൾ പിന്നെ ഞാൻ രാത്രി കൂടെ കയറി കിടക്കും കേട്ടോ. ഉടുപ്പ് മേടിച്ച് തരാം, കാതുകുത്തി കമ്മലിട്ട് തരാമെന്നൊക്കെയാണ് വാഗ്ദാനങ്ങൾ. എന്നിട്ട് നമ്മൾ ചെയ്യും. എന്നിട്ട് അതൊന്നും ചെയ്ത് തരത്തില്ല. വെള്ളച്ചിരി പിടിച്ച് വെല്ലുമ്മച്ചി പാവം സ്വർഗത്തിൽ എന്താണോ കേൾക്കുന്നുണ്ടായിരിക്കും അല്ലേ. പാവം എൻ്റെ വെല്ലുമ്മച്ചി കേട്ടോ. എന്നാ പറഞ്ഞാലും വെല്ലുമ്മച്ചിയും വെൽജാസിനും വിജയമാവനും ശശിയമ്മാവനും എൻ്റെ വല്യമ്മാവനും ഒക്കെ ഒരു തീരെ നഷ്ടമായിപ്പോയി, മരിച്ചുപോയി. 5 അമ്മാവന്മാർ മരിച്ചുപോയി. തങ്കപ്പനമ്മാവൻ, കുഞ്ഞായിയമ്മാവൻ, അങ്ങനെ 9 അമ്മാവന്മാരുണ്ടായിരുന്നതിൽ 5 അമ്മാവന്മാരും മരിച്ചു, വെല്ലിച്ചനും വെല്ലുമ്മച്ചിയും മരിച്ചു. എന്നാ പറയാലോ അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓർത്തിരിക്കും. ഈ കഥകളൊക്കെ എന്തിനാണ് ഞാൻ പറയുന്നതെന്നറിയോ? നിങ്ങളോട് ഞാൻ സംസാരിച്ചുകൊണ്ട് ഞാൻ ചെയ്ത എൻ്റെ കണ്ണ് നിറയത്തില്ല കണ്ടോ. കണ്ണ് നിറയുന്നുണ്ടോന്നുണ്ടോ? കണ്ണിപ്പം അത് മിണ്ടാതെ ഞാൻ തന്നെ നിന്ന് അതിലോട്ട് നോക്കി നിന്ന് കഴിഞ്ഞാൽ കണ്ണ് നിറയും. അപ്പം ഞാൻ ഇവിടെ ജനലിൽ തുറന്നിട്ടതാണ്. കാറ്റ് ഇപ്പോൾ ചട്ടി വെച്ച് കൊടുത്തു. ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണേ. എണ്ണക്കുപ്പിയൊക്കെ ഉരുകി ചേട്ടായിയുടെ ഫോട്ടോ വന്നിട്ട് ചേട്ടായി ഒന്നും ഉണ്ടാക്കിയില്ലെന്ന് പറഞ്ഞു. ഞാൻ ചെന്നിട്ടില്ല, എണ്ണക്കുപ്പിയൊക്കെ ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അല്ല ബുൾസെങ്ങാനും ഉണ്ടാക്കി തിന്നാണ്. അപ്പം എണ്ണയൊന്ന് ചൂടാകുമ്പോഴത്തേക്കും നമുക്കൊരു ശകലം കടുക് ഇട്ട് കൊടുക്കാം. കടുകുണ്ടല്ലോ പൊട്ടണം കേട്ടോ. പൊട്ടിയില്ലെങ്കിൽ വെല്ലുമ്മച്ചി പറയായിരുന്നു എല്ലാ കടുകും പൊട്ടണം, അല്ലെങ്കിൽ കറിക്ക് കയ്പ്പ് ടേസ്റ്റ് വരും എന്ന് പറയായിരുന്നു. ഞാൻ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ തേങ്ങയാണ്. എല്ലാം പൊട്ടിക്കഴിഞ്ഞു. ഈ തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് തേങ്ങാക്കൊത്തൊന്ന് ചുമന്ന് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഈ പോർക്കറിക്കൊക്കെ തേങ്ങാക്കൊത്ത് കഴിക്കാനായിട്ട്. തേങ്ങാക്കൊത്തൊന്ന് ചുമന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് അത്യാവശ്യം ഒരു ചുമലയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഇടാവുള്ളേ. തേങ്ങാക്കൊത്ത് ഈ ഒരു പരുവാകുമ്പോൾ ബാക്കിയുള്ള മസാലകൾ ഇട്ട് കൊടുക്കണം. ബാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ഇഞ്ചിയും വെളുത്തുള്ളി ഇങ്ങനെ അങ്ങോട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് അവൻ ചെറുതായിട്ടൊന്ന് മൂത്തൊന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് ചെറുതായിട്ട് ഒരു ഇത് ഒന്നിട്ട് ഇളക്കി ഒന്ന് ജസ്റ്റ് ഇതായി കഴിയുമ്പോഴത്തേനും നമുക്ക് കൊച്ചുള്ളിങ്ങൾ ഇട്ട് കൊടുക്കാം. കണ്ടോ?
ഇനി കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളിയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള സാധനം കേട്ടോ. ഇത് കണ്ടോ, കാരണം ആ ഉള്ളിയുടെ ടേസ്റ്റാണ് ഇതിന് വരുന്നത് മുഴുവൻ. കണ്ടോ, ഇനി ഒരു ലേശം ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനെ ഇളക്കി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഞാൻ ഒരു ഇച്ചിരി ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുത്തേ. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കി പിന്നെ തീ കൂട്ടി വെക്കാം. എന്നാന്ന് വെച്ചാൽ ഈ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അത്യാവശ്യം നല്ലൊരു ബ്രൗൺ ഷെയ്ഡായി കഴിയുമ്പോൾ വേണം നമുക്ക് നമ്മുടെ മസാലകളൊക്കെ ഇട്ട് കൊടുക്കാൻ. ഇതിന് വെല്ലുമിതി മസാല ഇടുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. ഏറ്റവും ഫസ്റ്റ് മഞ്ഞൾപ്പൊടി ഇടും. മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം കുരുമുളക് പൊടി ഇടും. കുരുമുളക് പൊടി ഇട്ട് ഒന്നിച്ചിനെ ഇളക്കി മൂപ്പിച്ച് കഴിഞ്ഞിട്ടാണ് മല്ലിപ്പൊടി ഇടും. മല്ലിപ്പൊടി ഇട്ടൊന്ന് മൂപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മുളക് പൊടി ചേർക്കത്തുള്ളൂ. അന്ന് ഞങ്ങളുടെ അവിടെ മുളക് ഇടിച്ച് ഈ ഉരലിലിട്ട് ഇടിച്ച് പൊടിച്ച് വെക്കുമായിരുന്നു കേട്ടോ. മല്ലിയും മുളകും ഉരലിനകത്തിട്ട് ഇടിച്ച് പൊടിച്ച് വെക്കുമായിരുന്നു. അന്നേരം അരയ്ക്കാൻ പാടല്ലേ എന്നും പറഞ്ഞോണ്ട്. അപ്പം കണ്ടോ, നമ്മൾ വെച്ച ആ ഒരു വലിയ കമ്പല്ലാത്ത ബാക്കി മടലൊക്കെ കത്തി കഴിഞ്ഞു. കണ്ടോ, അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടായി. ചട്ടി പുതിയതായാണേ, അപ്പം അടിക്കെങ്ങാനും പിടിച്ചെങ്കിലോ എന്നോർത്തുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടോ, നമ്മുടെ ഉള്ളിയും തേങ്ങായും എല്ലാം ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാവേ. മസാലകളിൽ എല്ലാം ചെയ്യുന്ന പോലെ തന്നെ ചെയ്തേക്കാം. ആദ്യം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾ പൊടി നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. പന്നിയിറച്ചിക്ക് മഞ്ഞൾ പൊടി ഇച്ചിരി മുമ്പോട്ട് നിൽക്കണമെന്നാണ് കേട്ടോ. പോർക്ക് മസാല ഇപ്പോഴൊക്കെ പോർക്ക് മസാല എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലായിരുന്നു ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം പക്ഷേ ഞാൻ അതൊന്നും മേടിക്കുന്നില്ല. ഗരം മസാല മാത്രമാണ് ഇടുന്നത് കേട്ടോ. പണ്ടൊക്കെ ഗരം മസാല മാത്രമേ ഉള്ളായിരുന്നു. അത് വീട്ടിൽ പൊടിക്കുന്ന ഗരം മസാല ചേർക്കുമായിരുന്നു. പോർക്ക്, മീറ്റ്, ചിക്കൻ ഒന്നും ഇപ്പം മേടിക്കുന്നില്ല. ഇനി രണ്ടാമത് ഇട്ട് ഒരുമിച്ച് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ. അപ്പം നമുക്കും അങ്ങനെ തന്നെ ചെയ്യാം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അയ്യോ, 2 പച്ചമുളകും കൂടി ഇട്ടായിരുന്നാൽ കുഴപ്പമില്ലായിരുന്നു. ഞാനത് മറന്നു. ഇനിയിപ്പോൾ വേണ്ട, വഴന്നില്ലേ ഇത്. അതുകൊണ്ട് ഇനിയും പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. അല്ല, പച്ചമുളക് ഇടുന്നില്ല, പോട്ടെ, മറന്നുപോയി. അതാ ഞാൻ പറഞ്ഞ വെല്ലുമിച്ചിയുടെ ആ കൈപ്പൊടിയുടെ കാര്യങ്ങളൊക്കെ ഓർത്തോർത്ത് ഞാൻ ചെയ്തതാണ് കേട്ടോ. വഴറ്റാൻ ഉള്ളി ഇടുമ്പോൾ ഇടണമായിരുന്നു. അപ്പോൾ കുരുമുളകും മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി ഞാൻ മല്ലിപ്പൊടി ഇടുന്നു കേട്ടോ. ഇതിപ്പോൾ 1 കിലോ പോർക്ക, അതിനനുസരിച്ചുള്ള മസാലകളാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുണ്ടാക്കുമ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എരിവിനനുസരിച്ച് ഒക്കെ മസാലകൾ ചേർത്തോ കേട്ടോ. ഈ മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് ചൂടായതിന് പിന്നെ ഒരു കാര്യം, ഈ മസാലയൊക്കെ ഇടുമ്പോൾ തീ ഏറ്റവും കുറച്ച് വെച്ചിട്ടേ ചെയ്യാവുള്ളൂ. പിന്നെ ഇപ്പം ഞാൻ കൂട്ടി വെച്ചു എന്നാന്ന് വെച്ചാൽ ഞാൻ അടുത്ത് നിന്ന് നന്നായിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ മല്ലിപ്പൊടിയുടെ ആ പച്ചച്ചോറ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കും കേട്ടോ വെല്ലുമിച്ചി. മല്ലിപ്പൊടി പച്ച വെച്ചാൽ ഒരു ടേസ്റ്റ് ഇല്ല എന്ന് പറയും. അങ്ങനെ എന്നാൽ ക്ഷമ വേണം ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ ക്ഷമയും വേണം, സമയവും എടുത്ത് ചെയ്യണം. എന്നാലേ കറികളൊക്കെ നല്ല ടേസ്റ്റ് ആകും. നമ്മളിപ്പോൾ ഇടാന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ ഒന്ന് കാണിച്ച് എന്തെങ്കിലും തട്ടിക്കൂട്ടുന്നു. അതാണ് നമ്മുടെ കറികൾ. പക്ഷേ പണ്ടത്തെ അമ്മമാർ അതുകൊണ്ട് തന്നെ സരോമയുടെ അയ്യോ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്. വലിയേച്ചിയുടെ ചേട്ടയുടെ പെങ്ങളുടെ അയ്യോ അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മളിങ്ങനെ മനസ്സിലായി നമ്മുടെ മനസ്സിൽ നിന്ന് ആ ടേസ്റ്റ് ഒന്നും പോകത്തില്ല. കള്ളത്തീറ്റ നിന്ന് പഠിച്ചിട്ട് ഇപ്പം ഇരുന്നോട് പറയുമല്ലേന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കണം. അപ്പോഴൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളല്ലേ നമ്മളെ കൊണ്ട് ജപിക്കാതെ അവർ എല്ലാവരും ചെയ്തു തരുമായിരുന്നു. നമ്മൾ വല്ല ഉള്ളി പൊളിച്ച് കൊടുക്കുമോ തേങ്ങ കണ്ടി കൊടുക്കുമോ അങ്ങനെയൊക്കെ ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ മല്ലിപ്പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് ഒരു മണം വരുമ്പോൾ നമുക്കറിയാം കേട്ടോ. പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കണേ. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണേ, മറ്റേ എരിവിൻ്റെ മുളക് പൊടി ചേർക്കുന്നില്ല. അതും കൂടെ അത്യാവശ്യം എരിവുണ്ട്. 2 സൈസ് മുളകായിരുന്നു ഞാൻ മേടിച്ചത്. കാശ്മീരി ചില്ലി ആണെന്ന് പറഞ്ഞു മേടിച്ചതാണ്. അപ്പം നമ്മൾ 1 സ്പൂൺ അതിനകത്ത് ഇട്ടായിരുന്നല്ലോ. അപ്പോൾ 2.5 സ്പൂണ് ഇതിനകത്ത് ഇട്ട് കൊടുത്തു. ഇനി ഞാൻ ഇട്ട് കൊടുത്തു. നമുക്ക് ഗരം മസാലകൾ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഗരം മസാല കഴിയാറായി. ഇനി പൊടിക്കാനായിട്ട് മേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട്, പൊടിക്കണം. ഏലക്കായും ഒക്കെ കഴിയാറായി.
സിന്ധുവിന് ചേച്ചി ഇച്ചിരി ഏലക്ക തരാന്ന് പറഞ്ഞാൽ ബിന്ദു കോഴിമേലക്കാരി. പക്ഷെ മറന്നു പോയി തോന്നുന്നു. അവിടെ സിന്ധു ചെന്നപ്പോഴും കൊടുത്തു വിട്ടിട്ടില്ല. നീ പറയണം എന്നാൽ ഏലക്ക ഉള്ളവരല്ലേ പത്തുള്ളൂ. ഇപ്പം ഈ ഇത് ഗരം മസാല പൊടിക്കുന്നതുകൊണ്ട് നമ്മുടെ പെട്ടെന്ന് കഴിഞ്ഞു പോകും. 10 മിനിറ്റോളം അങ്ങോട്ട് ഇളക്കിക്കൊണ്ട് നിന്നോ. ഓക്കെ. അപ്പം വേണ്ടേ മസാലയൊക്കെ കണ്ടോ മൂപ്പിച്ച് നല്ല സെറ്റാക്കി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ ഈ ഇതിനകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ മസാലകൾ ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. എന്നിട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കും. കണ്ടോ ഇപ്പോൾ ഒരു കളറ് ചുമല മാതിരിയല്ലേ, പക്ഷെ ഇത് ആയി വരുമ്പോഴത്തേനും വേറെ വേറെ കളറാകും കേട്ടോ. ഇനി ചാറിനകത്ത് കിടന്ന് ഇതൊന്ന് പറ്റി ഈ മസാലകളെല്ലാം കൂടെ പിടിച്ച് ഒന്ന് കുറുകി വരും. അന്നേരം നേരം വേറൊരു കളറാവും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കണ്ടോ. എന്നിട്ട് ഈ സമയത്ത് വേണേൽ നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. കുഞ്ഞ് തീയൽ ഒരു അരപ്പൊക്കെ ഒന്ന് പിടിച്ച് ഒന്നുകൂടെ ഇച്ചിരി ഒരു 10 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. നമ്മൾ 2 കാന്താരിയും കൂടെ പറിക്കാം കേട്ടോ. കപ്പയ്ക്ക് ഒരു 2 കാന്താരിയും കൂടെ ഉണ്ടെങ്കിൽ അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ സെറ്റ്. അതുകൊണ്ട് അങ്ങ് അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞല്ലോ. മതി, ഭയങ്കര എരിവുള്ളതാണ്. പിന്നെ കറിവേപ്പില ഞാൻ കുക്കറി വെച്ച് കേട്ടോ. ഉണക്കക്കപ്പയല്ലേ വേവോ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് കുക്കറി വെച്ചു. ഒരു വിസിലടിച്ചിട്ട് നമുക്ക് ഓഫാക്കിയിട്ട് നോക്കാം. പിന്നെ കപ്പയ്ക്ക് അരച്ചിടാൻ വേണ്ടിയിട്ട് കൊച്ചുള്ളി, തേങ്ങ, മഞ്ഞൾ, കറിവേപ്പില, കാന്താരി ഇത്ര ഒന്ന് ചതച്ചെടുക്കും. അപ്പം ഞാൻ വേറൊരു മടലൂടെ വെച്ചു. അതിൻ്റെയും പകുതിയായി കേട്ടോ. കത്തി കണ്ടോ. ഇപ്പോൾ വേറൊരു കളറായില്ലേ. കണ്ടോ. അപ്പോൾ ചാറും ഒക്കെ പറ്റി പെരളം പോണക്കായി. ഒരു 5 മിനിറ്റ് കൂടി ഇരുന്നോട്ടോ കേട്ടോ. സെറ്റായി. കണ്ടോ. ഇതാണ് നമ്മുടെ വെല്ലുമിച്ചി ഉണ്ടാക്കുന്ന നാടൻ പോർക്ക് കറി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കാൻ നോക്കണം കേട്ടോ. എന്നിട്ട് ടേസ്റ്റ് ഒക്കെ എങ്ങനെ ഉണ്ടെന്ന് എന്നോട് പറയണേ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇപ്പുറത്തെ അടുപ്പയിലോട്ട് വെച്ചു. അങ്ങനെ ആ ചെറിയ ചൂടിന് ഇച്ചിരി കൂടെ അങ്ങോട്ട് പറ്റിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പുറത്തെ അടുപ്പയിലോട്ട് ഇറക്കി വെച്ചു. എനിക്ക് കുളിക്കാൻ വെള്ളവും വെച്ചു. കേട്ടോ കുയിൽ പോകുന്നതാണ്. ഈ ഇടയ്ക്ക് മുറ്റത്തിറങ്ങിയിരിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഈ കിളികളുടെ ഓരോ കിളികളുടെയും കരച്ചിലൊക്കെ ഭയങ്കരമായിട്ട് നമുക്കിഷ്ടം തോന്നും. നമ്മൾ പുറത്ത് നമുക്ക് എന്തെങ്കിലും ടെൻഷനും, ഞാൻ എൻ്റെ സങ്കടങ്ങളും ടെൻഷനും ഒക്കെ മുറ്റത്തിറങ്ങിയിരുന്ന് ചെടിയോട് വർത്താനം പറഞ്ഞും കിളികളോട് പറഞ്ഞും പൂമ്പാറ്റയോട് പറഞ്ഞും അതുങ്ങളുടെ സൗന്ദര്യം ആസ്വദിച്ചുമൊക്കെ കേട്ടോ. സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ ഒരു മനസ്സിൻ്റെ ഒരു വിങ്ങലും തേങ്ങലും ഒക്കെ ഇങ്ങനെ മാറി കിട്ടും ചെറുതായിട്ടെങ്കിലും. പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പോകുന്നുണ്ടായിരുന്നേ. നിർത്തി. എന്നാൽ നീ വീഡിയോ എടുക്കണ്ടെന്നുള്ള രീതിയിൽ നിർത്തി കേട്ടോ. അപ്പം ഞാൻ സംസാരിച്ചോണ്ടിരുന്നപ്പം വീണ്ടും കുയിൽ പോവി കേട്ടോ. എന്ത് ദൈവം നല്ല രസമില്ലേ. അപ്പോൾ ഇപ്പോൾ എപ്പോഴും രാവിലെ എണീക്കുമ്പോഴും കുയിലിൻ്റെ കരച്ചിൽ കേട്ടോണ്ടാണ് എണീക്കുന്നത് കേട്ടോ. കുയിൽ നന്നായിട്ട് ഇവിടെ എവിടെയോ കൂടുണ്ടെന്ന് തോന്നേ, അപ്പുറത്തെ പറമ്പിലെവിടെയോ. ഞാൻ എന്നിട്ട് രാവിലെ അത് വെളുപ്പിനേ ഇരുന്ന് കൂവും. അങ്ങനെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ കപ്പയും പോർക്കും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഇച്ചിരി നേരത്തെ എല്ലാ പരിപാടിയും തീർത്ത് വെച്ചില്ലേ എനിക്ക് വെള്ളം ഒഴിക്കാനൊന്നും ഇറങ്ങിച്ച് നടക്കില്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി നേരത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞതാണ്. ഇനി ഓടിപ്പോയി കുളിക്കണം. കുളിച്ചതിന് ശേഷം ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പണികളൊന്നും കഴിഞ്ഞ് ആ പണികളും കൂടെ കഴിഞ്ഞ് വിളക്കും കൂടെ കത്തിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു പരിപാടികളൊക്കെ ഏകദേശം കഴിയും. അപ്പോൾ ചേട്ടായി വന്നിട്ട് ചേട്ടായിക്ക് കൊടുക്കുന്ന ഭാഗം കൂടെ ഒക്കെ എടുക്കാമെന്നുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് നാളത്തേന് വീഡിയോ എഡിറ്റ് ചെയ്ത് നടക്കുകയില്ല. കാരണം എഡിറ്റ് ചെയ്തൊക്കെ വെച്ചാൽ ഇപ്പോൾ എന്നാ അതിൽ മിക്കവാറും നമുക്ക് നെറ്റിനൊക്കെ കംപ്ലയിൻറ്റ് വരുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നേരത്തെ വീഡിയോ എഡിറ്റ് ചെയ്ത് എല്ലാം ചെയ്ത് വെച്ചാലല്ലേ പറ്റത്തുള്ളൂ. എന്തായാലും വ്യൂസൊക്കെ വളരെ കുറവാണ്. പക്ഷെ നമ്മളെ യൂട്യൂബിൽ നിന്ന് എടുത്ത് കളയുന്നോടെ വരെ നമ്മളിങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ട് നിൽക്കും. ഇനി എക്സാം അല്ലേ, എല്ലാ അച്ഛനമ്മമാർ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിൻ്റെ തിരക്കാണ്. അമ്മമാരാണല്ലോ കൂടുതലും കാണുന്നത്. അപ്പം പഠിപ്പിക്കുന്നതിൻ്റെ തിരക്കാണോ എന്നാണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും യൂട്യൂബ് ഉള്ളിടത്തോളം കാലം ഈ യൂട്യൂബിൽ ഞാൻ നിലനിൽക്കുന്നിടത്തോളം കാലം ഞാൻ വീഡിയോ ആയിട്ട് വരും കേട്ടോ. അത് 1000 2000 പേരെ കണ്ടോളെന്ന് വെച്ചാലും ഞാൻ ഉറപ്പായിട്ട് വീഡിയോ ആയിട്ട് വരും നിങ്ങളുടെ മുമ്പിലോട്ട്. നിങ്ങളുടെ സന്തോഷങ്ങളും സ്നേഹങ്ങളും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും ഒക്കെ കാണാനും വായിക്കാനും ഒക്കെ വേണ്ടിയിട്ട് കേട്ടോ.
അപ്പം ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ. എല്ലാവരും ഒന്ന് പരീക്ഷയൊക്കെ ഉണ്ടാക്കിയൊക്കെ നോക്കുക. എന്നിട്ട് ഞങ്ങളുടെ വല്യമ്മച്ചിയുടെ കറിയുടെ ആ ടേസ്റ്റൊക്കെ ഒന്ന് പറയുക കേട്ടോ. അപ്പം മെയിനായിട്ടുള്ള സാധനം കുഞ്ഞുള്ളിയാണ് അതിനകത്ത് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിൻ്റെ കൂട്ടത്തിൽ ആ ബെല്ലിനോട് ഒന്ന് ഇടിച്ചു പിടിച്ചു തരാം. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.